6 മാസത്തിനിടെ രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ 30,000-ലധികം പേർ നിക്ഷേപ തട്ടിപ്പിന് ഇരയായതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സൈബർ വിംഗ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ കാലയളവിൽ ആകെ 1,500 കോടി രൂപയിലധികം തട്ടിപ്പിലൂടെ നഷ്ടമായി. തട്ടിപ്പിന് ഇരയായവരിൽ ഭൂരിഭാഗവും 30-നും 60-നും ഇടയിൽ പ്രായമുള്ളവരാണ്. ജോലിയുള്ളവരുടെയും എളുപ്പത്തിൽ പണം നേടാൻ ആഗ്രഹിക്കുന്നവരുടെയും മനഃശാസ്ത്രം മുതലെടുത്താണ് തട്ടിപ്പുകാർ പ്രധാനമായും പ്രവർത്തിക്കുന്നത്. എന്നാൽ 60-ന് മുകളിൽ പ്രായമുള്ള ഏകദേശം 2,829 പേരും തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ റിപ്പോർട്ട് അനുസരിച്ച് മൊത്തം നഷ്ടത്തിന്റെ 4/1 സംഭവിച്ചത് ബംഗളൂരുവിലാണ്. ഡൽഹി, NCR, ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് തട്ടിപ്പുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഏറ്റവും കൂടുതൽ ആളോഹരി നഷ്ടം സംഭവിച്ചത് ഡൽഹിയിലാണ്. സൈബർ കുറ്റവാളികൾ തട്ടിപ്പിനായി നിരവധി ഡിജിറ്റൽ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും 20% കേസുകളിലും പ്രധാനമായും ഉപയോഗിച്ചത് ടെലഗ്രാമും വാട്സപ്പുമാണ്. ഗ്രൂപ്പുകൾ സൃഷ്ടിക്കാനുള്ള എളുപ്പവും എൻക്രിപ്റ്റഡ് സവിശേഷതകളുമാണ് ഈ പ്ലാറ്റ്ഫോമുകളെ തട്ടിപ്പുകാർക്ക് പ്രിയങ്കരമാക്കുന്നത്. അതേസമയം ലിങ്ക്ഡ്ഇൻ, എക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ വളരെ കുറവായാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.